ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് പാലക്കാടൻ കല്യാണ വീടുകളിലൊക്കെ പണ്ട് കണ്ടിട്ടുണ്ടായിരുന്ന ഇപ്പോൾ കുറച്ച് മാത്രം കാണപ്പെടുന്ന നമ്മുടെ കപ്പ് ബിരിയാണിയാണ്. പാലക്കാടൻ കപ്പ് ബിരിയാണിയാണ്. ചിക്കൻ കപ്പ് ബിരിയാണി ആയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത്. ഇത് നമുക്ക് എങ്ങനെ ഉണ്ടാക്കുകയെന്ന് പറഞ്ഞാൽ ഗ്രേവി വേറെ, അതുപോലെ ബിരിയാണി സാധാ ബിരിയാണി ഉണ്ടാക്കിയതിന് ശേഷം നമ്മൾ ഇത് രണ്ടും കൂടി ഒരു കപ്പിലേക്ക് ഇട്ടതിന് ശേഷം അത് പ്ലേറ്റിലേക്ക് സെർവ് ചെയ്തിട്ടാണ് നമ്മൾ ഈ പാലക്കാടൻ കപ്പ് ബിരിയാണി ഉണ്ടാക്കുക. ഓക്കെ, നമുക്ക് എങ്ങനെയാണ് കപ്പ് ബിരിയാണി ഉണ്ടാക്കുക എന്ന് നോക്കാം. ആദ്യം നമ്മൾ ഇതിന് വേണ്ടിയിട്ടുള്ള ഗ്രേവിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായി ഒരു കുക്കറിലേക്ക് ഞാൻ ഓയിലും അതിലേക്ക് പട്ട, കറാമ്പൂ, ഏലക്ക എന്നിവ ചേർത്ത് സവാള, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, തക്കാളി എന്നിവയിട്ട് നന്നായി വഴറ്റിയെടുത്തതിന് ശേഷം കളറിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇതിലേക്ക് കാശ്മീരി മുളക് പൊടിയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. പിന്നെ മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും നമ്മുടെ ഗരം മസാല പൗഡറുമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. പിന്നെ ഒരു മണത്തിന് കുറച്ച് ചിക്കൻ മസാലയും ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ എത്രത്തോളമാണോ നമുക്ക് ഈ മസാല വേണ്ടത് അതിനനുസരിച്ചിട്ടുള്ള ചിക്കനും ചേർത്തതിന് ശേഷം മല്ലിയില, പുതിനയില, തൈര്, ഉപ്പ് എന്നിവ ചേർത്ത് നന്നായി ഇളക്കിയതിന് ശേഷം ആവശ്യത്തിന് മാത്രം കുറച്ച് വെള്ളം ഒഴിച്ച് നമ്മളത് വേവിച്ചെടുക്കണം. നമ്മൾ ഇതിങ്ങനെ വേവിച്ചെടുക്കുമ്പോൾ അതിലും വെള്ളം ഉണ്ടാവും. അതിന് ശേഷം നമ്മളത് വറ്റിച്ചെടുക്കുകയാണ് ചെയ്യാറ്. പിന്നെ അത്യാവശ്യം നന്നായി തന്നെ ചിക്കൻ വേകണം, കാരണം നമ്മൾ ഇതിന് ശേഷം പിന്നീട് ഇത് വേവിക്കാനൊന്നും പോകുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെ വേവിച്ചെടുത്തതിന് ശേഷം ഇതുപോലെയാണ് നമുക്ക് വരിക, കുറച്ച് കുഴമ്പ് രൂപത്തിലാണ് വരിക. നമ്മൾ നന്നായി വറ്റിച്ചെടുക്കുക. അപ്പോൾ തന്നെ അടുത്ത പാത്രത്തിൽ നമുക്ക് ബിരിയാണി ഉണ്ടാക്കാം. പാലക്കാടൻ ബിരിയാണിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഞാൻ സൺഫ്ലവർ ഓയിലിലേക്ക് കുറച്ച് നെയ്യും ചേർത്ത ശേഷം അണ്ടിപ്പരിപ്പ്, മുന്തിരി അതിൽ വേവിച്ചെടുക്കുകയാണ്. അത് വേവിച്ച് മാറ്റിയ അതേ എണ്ണയിലേക്ക് തന്നെയാണ് സവാള ചേർത്ത് വഴറ്റാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആ നെയ്യിൻ്റെയൊക്കെ ആ മണം നന്നായി അതിലേക്ക് കിട്ടും. പിന്നെ അതിലേക്ക് പട്ട, ഗ്രാമ്പു, ഏലക്ക, ബേ ലീഫും ചേർക്കേണ്ടതുണ്ട്. ഞാനത് മറന്നത് കൊണ്ട് തന്നെ കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഞാനതിലേക്ക് അത് ചേർത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നന്നായി സവാള വഴറ്റിയെടുക്കാൻ വേണ്ടി കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട്. പിന്നെ പാലക്കാടൻ ഈ ടൈപ്പ് ബിരിയാണിയുടെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ ഈ ചെറിയ ഉള്ളി നമ്മൾ നന്നായി അരച്ചതിലേക്ക് ചേർക്കാറുണ്ട്. അപ്പോൾ ചെറിയ ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകും പേസ്റ്റായിട്ടാണ് ചേർക്കാറ്. അത് ചേർത്തതിന് ശേഷം അത് നന്നായി വഴറ്റിയതിന് ശേഷം തക്കാളി മിക്സിയിലിട്ട് നന്നായി ഉടച്ച ശേഷം അതിലേക്ക് ചേർക്കുക. ഈ തക്കാളിയുടെ കളറാണ് നമ്മുടെ ബിരിയാണിക്ക് കിട്ടുക. അതിൽ കൂടെ കുറച്ച് കളറിന് വേണ്ടി നമ്മൾ കാശ്മീരി മുളക് പൊടി ചേർക്കുന്നുണ്ട്. ഇതല്ലാണ്ട് നമ്മൾ വേറെ മസാല എന്ന് പറഞ്ഞ് ചേർക്കുന്നുണ്ട് നമ്മുടെ ഗരം മസാല മാത്രമാണ്. പിന്നെ തൈരും നാരങ്ങ നീരും ചേർക്കുക. നാരങ്ങയുടെ കുരു പെടാതെ ശ്രദ്ധിക്കുക. അതിനുശേഷം അത് നന്നായി വേവിച്ചെടുക്കുക. പകുതി വേവായാലും മതി, കാരണം ബാക്കി നമ്മുടെ ബിരിയാണിയുടെ കൂടെ കടന്ന് അത് വേകുന്നതായിരിക്കാം. ഞാനിവിടെ 2 ഗ്ലാസ് അരിയാണ് എടുത്തിരിക്കുന്നത്. ഏകദേശം 1/2 കിലോളം അരിയാണ് എടുത്തിരിക്കുന്നത്. ആ 1/2 കിലോ അരിക്ക് 2 ഗ്ലാസ് അരിക്ക് ഞാൻ 4 ഗ്ലാസ് വെള്ളമാണ് വെച്ചിരിക്കുന്നത്. എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ അത്യാവശ്യം നന്നായി കുക്ക് ചെയ്യുകയാണ് പറഞ്ഞാൽ നമുക്ക് വെള്ളം ഒഴിച്ച് പറഞ്ഞാൽ തീ ഓവറായാൽ നമുക്ക് വെള്ളം തികയാതെ വരും. ഓവർ കമ്മിയിൽ വയ്ക്കുകയാണെങ്കിൽ കൂടി നമ്മൾ തീ കമ്മിയാക്കി വെച്ചാലും നമുക്ക് ബിരിയാണിയിലെ വെള്ളം എക്സ്ട്രാ നിൽക്കുന്ന പോലെ തോന്നും. അപ്പോൾ നമ്മൾ മീഡിയം വേവിൽ വെച്ചിട്ട് ദമ്മിടുക. താഴെ ഒരു പാത്രം വെച്ച് മേലെയും പാത്രം വെച്ച് അതിൻ്റെ മേലെ വെയിറ്റ് വെച്ചിട്ടാണ് ഞാൻ വേവിച്ചെടുക്കുന്നത്. അപ്പോൾ നമുക്ക് കറക്റ്റ് പാകത്തിന് ബിരിയാണി വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മളൊരു പാത്രത്തിലേക്ക് അല്ലെങ്കിൽ ഒരു ബൗളിലേക്ക് നമുക്ക് ആവശ്യത്തിന് വേണ്ട ചിക്കനും ഗ്രേവിയും എടുത്തതിന് ശേഷം അപ്പുറത്ത് നിന്ന് നമുക്ക് ചോറും അതിലേക്ക് ആക്കാം. ഈ ബിരിയാണി നമുക്ക് സാദാ ബിരിയാണി പോലെയും കഴിക്കാവുന്നതാണ്, കാരണം സാദാ പാലക്കാടൻ ബിരിയാണിയിൽ ചേർക്കുന്ന എല്ലാം തന്നെ നമ്മൾ അതിൽ ചേർത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് മല്ലിയില എന്തെങ്കിലും ചേർക്കണമെങ്കിൽ ചേർക്കാം, പക്ഷേ അതൊരിക്കലും നിർബന്ധമില്ല. ഇങ്ങനെ തന്നെയാണ് നമ്മൾ പാലക്കാടൻ ബിരിയാണികളെല്ലാം സെർവ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇനി ഇത് നല്ലൊരു പാത്രത്തിലേക്ക് കമഴ്ത്താം. നമ്മളിവിടെ അതിന് സൈഡായിട്ട് എടുത്തിട്ടുള്ളത് തൈര് ചട്നിയാണ്. പാലക്കാടൻ തൈര് ചട്നി, സാലഡ് എന്നെല്ലാം പറയും. വെറും സവാളയും പച്ചമുളകും മല്ലിയിലയും മാത്രമാണ് തൈരും മാത്രമാണ് അതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. ആവശ്യത്തിന് ഉപ്പ് ഇട്ട്
നമുക്ക് നല്ല പാലക്കാടൻ കപ്പ് ബിരിയാണി കഴിക്കാം. ഓക്കെ, വീണ്ടും ഇതുപോലുള്ള പുതിയ വീഡിയോയുമായി വരുന്നത് വരെ ഓക്കെ, ബൈ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ.